ഈശോയിൽ സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരി സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ മുന്നിൽ ആരാണ് ഭാഗ്യവാൻ എന്ന് വളരെ വ്യക്തമാക്കുന്ന ഒരു തിരുവചന ഭാഗമാണ് നമ്മൾ ഇന്ന് ശ്രവിക്കുന്നത്. സങ്കീർത്തന പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള തിരുവചന ഭാഗം. ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഠങ്ങളിരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ്. രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് അവൻ. അവൻ്റെ പ്രവൃത്തികൾ സഫലമാകുന്നു. ദൈവത്തോട് ചോദിച്ച് ദൈവം പറയുന്ന രീതിയിൽ ദൈവവചനത്തെ രാവും പകലും ധ്യാനിക്കുന്ന ഒരുവൻ കർത്താവിൻ്റെ സന്നിധിയിൽ ഭാഗ്യവാനാണ്. അവനെ നടുന്നത് നീർച്ചാലിനരികെ വെള്ളമുള്ളിടത്ത് ആയിരിക്കും. നമ്മളൊരു ഫലവൃക്ഷം വെള്ളം ധാരാളമുള്ളിടത്ത് നട്ടുകഴിഞ്ഞാൽ അതിൽ നിന്നും ലഭിക്കേണ്ട ഫലങ്ങൾ യഥാകാലം സമയാസമയങ്ങളിൽ ലഭിക്കുന്നത് പോലെ ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും ഭാഗ്യവാൻ. ദൈവവചനം ശ്രവിക്കുകയും ദൈവവചനം രാവും പകലും അതിനെക്കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യുന്നവന് സമൃദ്ധമായ അനുഗ്രഹമുണ്ടാകുമെന്ന് കർത്താവ് സങ്കീർത്തകനിലൂടെ പ്രഖ്യാപിക്കുകയാണ്. പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഒരു ദിവസം തുടങ്ങുമ്പോൾ തന്നെ ദൈവവചനം ശ്രവിക്കുവാനും ആ ദൈവവചനം ധ്യാനിക്കുവാനും ആ ദൈവത്തോടൊപ്പം ആയിരിക്കുവാനും ദൈവം പറയുന്ന ഉപദേശങ്ങൾ സ്വീകരിച്ച് നീ നിൻ്റെ ജീവിതത്തെ ക്രമീകരിക്കുമ്പോൾ നീ എന്ത് ചെയ്താലും അത് ഫലം തരുന്നതാകും. നിൻ്റെ ഉദ്യമങ്ങളെല്ലാം സഫലമാകും. നീ എവിടേക്ക് യാത്ര പുറപ്പെട്ടാലും ആ യാത്ര അനുഗ്രഹമായി മാറും. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ ഈശോ മിശിഹായുടെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും കരുണയും സമാധാനവും എപ്പോഴും നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതം ദൈവവചനത്താൽ തുടങ്ങുകയും നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുകയും ചെയ്യുന്ന കർത്താവിനോടൊപ്പം നമുക്ക് യാത്ര ചെയ്യുകയും ചെയ്യാം. യേശുക്രിസ്തുവിൻ്റെ സമാധാനം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.